ദൈവത്തിൻ്റെ സ്വന്തം നാടാണോ കേരളം? അല്ല, ഇക്കാര്യത്തിൽ ഒരു തിരുത്ത് അനിവാര്യമായിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടല്ല ഫ്ലെക്സ് ബോർഡുകളുടെ നാടെന്ന തിരുത്ത്. കാലം കനിഞ്ഞു നൽകിയ പ്രകൃതി ഭംഗിക്കുമേൽ കാഴ്ചയ്ക്ക് മറയിട്ട ബോർഡുകളെ കൊണ്ട് നിറഞ്ഞ നാടെന്ന് തിരുത്ത്. കവലകളിലും പാതയോരങ്ങളിലും എന്തിനേറെ ഓണം കേറാ മൂലയിൽ പോലും ഇന്ന് ഫ്ലെക്സ് ബോർഡുകളുടെ അതിപ്രസരം നമുക്ക് കാണാം. ഒരു കാലത്ത് വിപണി മാത്രം ലക്ഷ്യമിട്ടിരുന്ന ഫ്ലെക്സുകൾക്ക് ഇന്ന് ആവശ്യക്കാർ ഏറെയാണ്. സിനിമാക്കാരും രാഷ്ട്രീയക്കാരും സാംസ്കാരിക നായകന്മാരും എന്തിനേറെ സാധാരണക്കാർ പോലും ഫ്ലെക്സിൻ്റെ മാസ്മരിക വലയത്തിൽപ്പെട്ടിരിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ എ കിട്ടിയവനും 11ൽ ബി കിട്ടിയവനും PSC പരീക്ഷ എഴുതി ജയിച്ച് ക്ലർക്കായവനും ഫ്ലെക്സിൽ തൂങ്ങിയാടുമ്പോൾ പ്ലാസ്റ്റിക്കാൽ നിർമ്മിതമായ ഇത്തരം പരസ്യപ്പലകൾ നമ്മെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. പ്രകൃതിയെ മറച്ചും കാഴ്ചയെ മറച്ചും ഉയർന്നു നിൽക്കുന്ന ഇത്തരം പരസ്യപ്പലകൾ ചുരുങ്ങിയ സമയം കൊണ്ട് വെള്ളത്തെയും മണ്ണിനെയും വായുവിനെയും മലിനമാക്കുമെന്ന സത്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഫ്ലെക്സ് ബോർഡുകൾ നമ്മുടെ മനസ്സ് കവർന്നത്. വർണ്ണവൈവിധ്യങ്ങൾ മാത്രമല്ല, അക്ഷരപ്പൊലിമയും ദൃശ്യചാരുതയും പൂർണ്ണതയും തെളിഞ്ഞ മുദ്രണവും നിർമ്മാണ ചെലവിലെ കുറവുമൊക്കെയാണ് ഫ്ലെക്സ് ബോർഡിനെ ജനകീയമാക്കിയത്. കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണവൈവിധ്യങ്ങളാൽ സിനിമാ പരസ്യം മുതൽ ആഗോള കച്ചവട ഭീമന്മാരുടെ ഉൽപ്പന്നങ്ങളും, അതിനിടയ്ക്ക് ദൃഷ്ടിദോഷമേൽക്കാതിരിക്കാൻ കൊച്ചു കൊച്ചു സ്ഥാനലബ്ധികൾ നാട്ടാരെ കാണിക്കാൻ ചിരിച്ച മുഖവുമായി നിൽക്കുന്ന പ്രാദേശിക നേതാക്കന്മാരും ഫ്ലെക്സിൽ സ്ഥിരം കാഴ്ചയാണ്. എന്നാൽ സ്വന്തം ഛായയും പേറി നിൽക്കുന്ന ഇത്തരം പരസ്യ ബോർഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതോ അപകടകാരികളായ രാസവസ്തുക്കളും. ചിലവ് കുറഞ്ഞതും എന്നാൽ ഗുണമേന്മ ഏറെയുള്ളതുമാണെന്ന കാഴ്ചപ്പാടാണ് ഫ്ലെക്സ് സംസ്കാരം തഴച്ചു വളരാൻ കാരണം. ഇപ്പോൾ കേരളത്തിൽ ദിനംപ്രതി 5 ലക്ഷം മുതൽ 10 ലക്ഷം ചതുരശ്ര അടി വരെ PVC നിർമ്മിത ഫ്ലെക്സ് ബോർഡുകൾ പ്രിൻ്റ് ചെയ്യുന്നു എന്നാണ് കണക്ക്. PVC അഥവാ പോളിവിനൈൽ ക്ലോറൈഡ് ഒരു പോയിസൺ പ്ലാസ്റ്റിക്കാണ്. മറ്റൊരു പ്ലാസ്റ്റിക്കിലും ഇല്ലാത്ത വിഷലിപ്ത വസ്തുക്കളാണ് PVCയിലുള്ളത്. PVC എന്ന രാസസംയുക്തത്തിൻ്റെ നിർമ്മാണത്തിന് വൻതോതിൽ ഉപയോഗിക്കുന്ന ഒരു വാതകമാണ് ക്ലോറിൻ. പാരിസ്ഥിതിക ദുരന്തമുണ്ടാക്കുന്നതിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന വിഷവാതകമാണ് ക്ലോറിൻ. PVC താരതമ്യേന കട്ടി കൂടിയ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അതിന് മൃദുത്വവും വഴക്കവും കൊടുക്കാൻ താലേറ്റ് എന്ന മറ്റൊരു രാസവസ്തു കൂടി ഉപയോഗിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് സ്ത്രൈണത കൊടുക്കുന്ന ഈസ്ട്രജൻ എന്ന ഹോർമോണിനെ അനുകരിക്കുന്ന ഈ രാസപദാർത്ഥം ശരീരത്തിലെത്തിയാൽ പെണ്ണിൽ പെണ്ണത്തം പെട്ടെന്ന് രൂപപ്പെടും. അതായത് കാലം കൽപ്പിച്ച പ്രായം എത്തും മുമ്പേ പെൺകുട്ടികൾ ഋതുമതിയാകും. ആൺകുട്ടിയിലാണെങ്കിലോ പൗരുഷത്തിന് പകരം സ്ത്രൈണത മണികെട്ടി മുമ്പേ നടക്കും. അതുകൊണ്ടാണ് പല രാജ്യങ്ങളും താലേറ്റടങ്ങിയ വാട്ടർ ബോട്ടിലുകളും കളിപ്പാട്ടങ്ങളും നിരോധിക്കുകയോ അല്ലെങ്കിൽ നിയന്ത്രിക്കുകയോ ചെയ്തത്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മുടെ കാഴ്ചയെപ്പോലെ അമ്പരപ്പിച്ചുകൊണ്ട് തല ഉയർത്തി നിൽക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾക്കും ആയുസ്സുണ്ട്. എത്ര കാലം കഴിഞ്ഞാൽ അവ മണ്ണിനോട് ദ്രവിച്ചു ചേരും എന്ന് ചോദിച്ചാൽ ശാസ്ത്രം പോലും ഒരുപക്ഷെ കൈമലർത്തും. ശരിയാണ്, പ്ലാസ്റ്റിക് ദ്രവിച്ച് മണ്ണിനോട് ചേരാൻ അനേകായിരം വർഷങ്ങൾ എടുക്കുമെന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക്കാൽ നിർമ്മിതമായ ഫ്ലക്സും അങ്ങനെയല്ലേ? ഇനി കത്തിച്ചാലോ? കുഴിച്ചിടുന്നതിനേക്കാൾ ഭീകരവുമായിരിക്കും. വെന്തുരുകാൻ 299 ഡിഗ്രി ചൂടെടുക്കുന്ന ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നം കത്തുമ്പോൾ പരിസരം ചൂടാവും. 4.7 pH ഉള്ള പ്ലാസ്റ്റിക് ചാരം മണ്ണിൻ്റെയും മണ്ണൊലിപ്പിലൂടെ വെള്ളത്തിലെത്തി അതിൻ്റെയും അമ്ലാംശം വർദ്ധിപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല, കത്തുമ്പോൾ അതിൽ നിന്ന് വമിക്കുന്ന കനം കൂടിയ മാലിന്യങ്ങൾ അന്തരീക്ഷത്തിൽ പരന്ന് പ്രാണവായുവിൻ്റെ സുഗമമായ ലഭ്യതയെ തടസ്സപ്പെടുത്തി മനുഷ്യനടക്കമുള്ള ജീവികൾക്ക് ശ്വാസതടസ്സമുണ്ടാക്കുകയും ചെയ്യും. 40 ഡിഗ്രിക്കപ്പുറം ചൂടെത്തിയാൽ രാസമാറ്റം സംഭവിക്കും എന്നുള്ളതുകൊണ്ട് ഫ്ലെക്സ് നിർമ്മാണത്തിന് ചില ഖനലോഹങ്ങൾ, അതായത് ലെഡ്, കാഡ്മിയം മുതലായവയ്ക്ക് പുറമെ താപവിരോധികളായ ബ്രോമിൻ ചേർന്ന രാസപദാർത്ഥങ്ങൾ, പൂപ്പൽ നാശിനികൾ തുടങ്ങിയവ ചേർക്കാറുണ്ട്. കാണികളുടെ കാഴ്ച വശീകരിച്ചുകൊണ്ട് നഗരത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളിൽ നിന്നും കാലപ്പഴക്കം കൊണ്ട് വമിക്കുന്ന ഇത്തരം രാസപദാർത്ഥങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ചോർന്നിറങ്ങുമ്പോൾ വായു മാത്രമല്ല മണ്ണും വെള്ളവും മലിനപ്പെടും. പരസ്യത്തിൻ്റെ കാലം കഴിഞ്ഞു, ഇനി അതിനെ കത്തിച്ച് കളഞ്ഞേക്കാം. ആരെങ്കിലും അവിവേകം കാണിച്ചാൽ ചെറുക്കുക തന്നെ വേണം. PVC കത്തുമ്പോൾ വമിക്കുന്ന ഡയോക്സിൻ, ഫ്യൂറാൻ തുടങ്ങിയ വിഷവാതകങ്ങൾ പലതരത്തിലുള്ള അർബുദങ്ങൾക്കൊപ്പം ഗുരുതരങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞുകൂടിയപ്പോഴാണല്ലോ ടാറിനൊപ്പം പ്ലാസ്റ്റിക്കിനെയും കലർത്തി പ്ലാസ്റ്റിക് റോഡുകളെക്കുറിച്ചുള്ള ആശയം ദേശീയ ഗതാഗത ആസൂത്രണ ഗവേഷണ കേന്ദ്രം മുന്നോട്ട് വച്ചത്. പോളിയെത്തിലീൻ, പോളിപ്രൊപ്പിലീൻ തുടങ്ങിയവ കൊണ്ട് നിർമ്മിക്കുന്ന പാൽ കവറുകൾ, പ്ലേറ്റുകൾ, പ്ലാസ്റ്റിക് സഞ്ചികൾ മുതലായവ റോഡ് നിർമ്മാണത്തിന് ഉപയോഗിച്ചപ്പോൾ ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടുത്തരുതെന്ന കർശന നിർദ്ദേശമാണ് വിദഗ്ധർ മുന്നോട്ട് വച്ചത്. കാരണം മറ്റൊന്നല്ല, ചൂടാവുമ്പോൾ അതിൽ നിന്ന് വിഷവാതകങ്ങൾ വമിക്കും എന്നുള്ളതുകൊണ്ടാണ്. പണ്ടും മനുഷ്യൻ ചിത്രങ്ങൾ വരച്ചിരുന്നു. കാഴ്ചക്കാർക്കെന്നും ഭ്രമമേകുന്ന ചിത്രങ്ങൾ. ഇലച്ചാറ് കൊണ്ടും പഴച്ചാറ് കൊണ്ടും വരച്ച ചിത്രങ്ങൾക്ക് ആയുസ്സും ഏറെയായിരുന്നു. കാണികളെ അത്ഭുതപ്പെടുത്തുന്ന ചിത്രങ്ങൾ ഇന്നും മ്യൂസിയം അടക്കമുള്ള സ്ഥലങ്ങളിലുണ്ട്. കാലം പുരോഗമിച്ചപ്പോൾ പെയിൻറ്റുകൾ വിപണിയിലെത്തി. വിപണിയും പരസ്യവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായി. ചുമരുകളിലും തുണിയിൽ കെട്ടിപ്പൊക്കിയ വമ്പൻ പരസ്യപ്പലകളിലും നയനമനോഹരങ്ങളായ ചിത്രങ്ങളും എഴുത്ത് സ്ഥാനം പിടിച്ചു. നാട് വളർന്നു, ശാസ്ത്രവും. ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ കുതിപ്പിൽ പരസ്യ ബോർഡുകൾക്ക് പുതിയ രൂപവും ഭാവവും ഉണ്ടായി.
ചുരുങ്ങിയ ചെലവിൽ എളുപ്പത്തിൽ തെളിമയോടെ ആകർഷകമായി എന്തും അച്ചടിക്കാമെന്ന മനുഷ്യൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഫ്ലക്സ് ബോർഡുകൾ നിലവിൽ വന്നപ്പോൾ പരസ്യരംഗത്ത് വൻ മുന്നേറ്റം തന്നെ ഉണ്ടായി. പക്ഷേ പ്രകൃതിക്ക് അതൊരു ശാപം മാറി എന്ന് പറയാതെ വയ്യ. എന്തിനേയും ഏതിനേയും പരസ്യമാക്കുന്ന മനുഷ്യൻ്റെ വ്യഗ്രതയാണ് ഫ്ലക്സ് ബോർഡുകളിൽ പ്രതിഫലിക്കുന്നത്. നഗരങ്ങളെയും ഗ്രാമങ്ങളെയും ഒരുപോലെ ഗ്രസിച്ചിരിക്കുന്ന ഈ ഭ്രാന്തൻ സംസ്കാരം പരിസ്ഥിതിക്കുണ്ടാകുന്ന നാശം വളരെ വലുതാണ്. നോക്കി നിൽക്കെ വളർന്നു പന്തലിച്ച വൻ വ്യവസായമാണെന്നതും ധാരാളം ആളുകൾ തൊഴിലെടുക്കുന്ന മേഖലയാണെന്നതും ശരി തന്നെ. സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും കൂരയ്ക്കുമീതെ ചാഞ്ഞാൽ മുറിച്ചു മാറ്റുന്നതിലെ ബുദ്ധി. വശ്യസുന്ദരമായ ഈ പ്രകൃതിക്ക് മേൽ വെള്ളരിക്കണ്ടത്തെ കണ്ണേറുകോലം പോലെ പാതയോരങ്ങളിലും കവലകളിലും തലയുയർത്തി നിൽക്കുന്ന ഫ്ലക്സ് എന്ന പരസ്യപ്പലക നമ്മുടെ കാഴ്ചയെ മറയ്ക്കുക മാത്രമല്ല ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സത്യം. ചലിക്കുന്ന ബിംബങ്ങൾ കൊണ്ട് സമ്പന്നമായ ഉശിരൻ പരസ്യങ്ങൾ ടി വിയിലും നവമാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുമ്പോൾ പ്രകൃതിക്ക് മേൽ വിഷം ചുരിഞ്ഞു നിൽക്കുന്ന ഈ പ്ലാസ്റ്റിക് പരസ്യ ബോർഡുകൾ വേണോ? കച്ചവട ഭീമന്മാർക്കൊപ്പം രാഷ്ട്രീയക്കാരും ഉണർന്നു ചിന്തിക്കേണ്ട സമയമാണിത്. സമ്മേളനങ്ങളും സ്ഥാനക്കയറ്റങ്ങളും അഭിനന്ദനങ്ങളും നാട്ടുകാരെ അറിയിക്കാൻ കൂറ്റൻ ബോർഡുകൾ കെട്ടിപ്പൊക്കാതെ പ്രകൃതിയെ നോവിക്കാത്ത ഇതര മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. അതായത് ഡിജിറ്റലായി ചിന്തിക്കാം. നോക്കൂ, ജീവലോകത്തിൻ്റെ തറവാടാണ് പ്രകൃതി. മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ തറവാട്. ഈ തറവാട്ടിൽ മണ്ണും വെള്ളവും വായുവും തെളിമയോടെ നിന്നാൽ മാത്രമേ ജീവലോകത്തിന് നിലനിൽപ്പുള്ളൂ. പരിസ്ഥിതി സൗഹാർദ്ദപരമായ ജീവിതം നയിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള അടയാളപ്പെടുത്തലുകൾ ഉപേക്ഷിക്കുക. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, ആത്മീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ മുന്നണി പോരാളികളാകണം. പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന ഒന്നും തന്നെ നമുക്ക് വേണ്ട. നന്ദി.